വികസനമാണ് പ്രധാനം, വികസന മുദ്രാവാക്യമാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഈ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ഒക്കെ ഉയർത്തുന്നത്. ഇതിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. കേരളവുമായി ബന്ധപ്പെട്ട് PM ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഇന്ന് 70 വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ. PM ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ. അതിന് കാശ്, അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ ഇന്നും 6000 കോടി 32 ലക്ഷം വീട്ടിൽ ജൽജീവൻ മിഷൻ എത്തിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്ന് അല്ല പറയേണ്ടത്. ഇന്ന് ലെഫ്റ്റ് സർക്കാരിൻ്റെ അവരോട് ചോദിക്കേണ്ടത് ഇതാണ്: നിങ്ങൾക്ക് തന്ന പദ്ധതികളും തന്ന പ്രോജക്ട്സും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് 5, 9, 8, 9 കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട 10 കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല, തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റിന് സമയത്ത് ദുർപ്രചരണം ചെയ്യാനില്ല. വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന കാലത്ത് NDA സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അല്ല, അത് അവര് അല്ല, നോക്കൂ, ഞാനിപ്പോ വിവാദത്തിൽ ശ്രീധരൻ നാളെ ഓഫീസ് തുറക്കുകയാണ് പൊന്നാനിയിൽ. ഇത്രയും പ്രതീക്ഷയോടെ കേരളം ഇരുന്നിട്ട് കേന്ദ്ര ബജറ്റിൽ ഒരു പരാമർശമില്ല. ആകെ പറഞ്ഞത് ആമ പുനരധിവാസ കേന്ദ്രം, അല്ല വളർത്തൽ കേന്ദ്രം. കേരളത്തിലെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. ഇന്ന് ഈ ബഡ്ജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി എത്രയോ അവസരങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ടൂറിസം മേഖലയിലാണോ, സ്ട്രാറ്റജിക് മാനുഫാക്ചറിങ്ങിലാണോ, ഇലക്ട്രോണിക് കോമ്പണൻസ് മാനുഫാക്ചറിങ്ങിലാണോ, AI-യിലാണോ, കർഷക മേഖലയിലാണോ, ഇതെല്ലാം ഓൾ ഇന്ത്യ യുവാക്കൾക്ക് അവസരങ്ങളാണ്. പക്ഷേ അതിനെ നടപ്പിലാക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ കപ്പാസിറ്റി വേണം, കഴിവ് വേണം. നോക്ക്, ഈ മുദ്രാവാക്യവും സ്ലോഗൻസും എടുത്ത് നടക്കുന്ന സർക്കാരല്ല നരേന്ദ്രമോദിൻ്റെ സർക്കാർ. 11 കൊല്ലം ഇന്ത്യ എവിടെയായിരുന്നു? ഇന്ത്യ 11 കൊല്ലം മുമ്പേ ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് അതിൻ്റെ ഉറപ്പും അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ. ഇനിയിപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഈ വികസനം നടക്കില്ല, അതൊരു ചർച്ച ആക്കണം, ഒരു ചർച്ചാ വിഷയം ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു വിവാദം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇതൊരു ചർച്ച ചെയ്യണം. അതിന് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ തന്നെ പോയി പറയുക, ഞങ്ങളുടെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും വർക്ക് ചെയ്യുന്നതും ആരാണ് ചെയ്യാത്തത്? നമ്മൾ അതിൻ്റെ ചർച്ച ചെയ്യണം.